Potential, it was a very disturbing incident a few years ago. Again, this boy had come from another school and 11th ഞങ്ങളുടെ അവിടെ ചേർന്നു. വളരെ ക്വയറ്റ് ബോയ്, ആരുമായിട്ട് മിക്സ് ചെയ്യില്ല. പഠിത്തം പഠിത്തം ഓൾ ദ ടൈം ഫോക്കസ്ഡ് ഓൺ സ്റ്റഡീസ്. അത് കഴിഞ്ഞ് 12th കഴിഞ്ഞ് അപ്പം അത് കാരണം അധികം ഫ്രണ്ട്സും ഉണ്ടായിരുന്നില്ല, ടീച്ചേഴ്സായിട്ടും ഇൻറ്ററാക്ഷൻ അധികം ഉണ്ടായിരുന്നില്ല. ആ കുട്ടിയുടെ ഫോക്കസ് IIT-യിലാണ്. എൻ്റെ അച്ഛനെ ഞാൻ IIT-യിൽ പോകണം, എൻ്റെ അച്ഛൻ ഞാൻ IIT-യിൽ പോകണം. അത് കഴിഞ്ഞ് ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്തു. ഹി ഡിഡ്ന്റ് മേക്ക് ഇറ്റ് ദാറ്റ്. ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഇത് എഴുതിയപ്പോൾ IIT റിസൾട്ട് വന്നു. IIT റിസൾട്ട് വന്നപ്പോൾ ഹിസ് നെയിം ഇസ് നോട്ട് ദെയർ. ഹി ഹങ് ഹിംസെൽഫ്. സക്സസ് ടു ദെം ഇസ് എ ഗുഡ് ജോബ്, ഏൺ ലോട്ട് ഓഫ് മണി, സെക്യൂരിറ്റി. വാട്ട് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, അതല്ല സെക്യൂരിറ്റി. In life, I feel secure. Happiness is the most important thing. And ഈ സ്റ്റേജ് ഓഫ് ലൈഫ്, every പഠിത്തം എന്ന് പറഞ്ഞിട്ട് കളയണത്, that is not going to come back. ഈ ഒരു സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യാനുണ്ട് ആ കുട്ടിക്ക്, സോ മെനി തിങ്സ്. ഐ എക്സ്പീരിയൻസ് ഇറ്റ് വെൻ ഐ സീ മൈ ചിൽഡ്രൻ ഇൻ 11th and 12th. ഈ കുട്ടിക്ക് നിങ്ങളാണ് ലോകം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കിട്ടുമ്പോ ആള് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോവല്ലേ? അതൊന്നും പ്രശ്നമല്ല. അപ്പൊ ഈ പറയുന്ന, ഇപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ കവികളൊക്കെ പാടുന്ന മറ്റേ എല്ലാം തികഞ്ഞ മാതൃസ്നേഹവും പിതൃസ്നേഹവും ഒക്കെ പലപ്പോഴും നമ്മൾ ഇതില് കാണാറില്ല. ഹലോ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അറൗണ്ട് അസ്. ഇന്ന് നമ്മുടെ കൂടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് മിസ്സസ് കല്യാണി ബാലകൃഷ്ണൻ, ഫൗണ്ടർ, പ്രിൻസിപ്പൽ ആൻഡ് നൗ ദ ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് പാർമേക്കാവ് വിദ്യാമന്ദിർ, തൃശൂർ. മാമിന് ഒരു 36 ഇയേഴ്സോളം എക്സ്പീരിയൻസ് ഉണ്ട് ടീച്ചിങ്ങിൽ. അപ്പോൾ ഈ 36 കൊല്ലം ടീച്ചേഴ്സായിട്ടും സ്റ്റുഡൻസ് ആയിട്ടും പേരൻസ് ആയിട്ടും ഒക്കെ ഒരുപാട് ഇൻട്രാക്ഷൻസ് നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് മാമിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ട്, അറിയാനും ഉണ്ട്. സോ നമുക്കിനി മാമിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം, നമുക്ക് മാമിൻ്റെ വ്യൂസ് അറിയാം, എന്തൊക്കെയാണ് ഇനി നമുക്ക് നമ്മുടെ കുട്ടികൾക്കും ഭാവി തലമുറയ്ക്കും കൊടുക്കാനുള്ളതെന്ന് കൂടിയും നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തെങ്കിലും ഓഫ് കോഴ്സ് ഇത്ര 36 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാമിന് പറയാനുണ്ടാവും. അപ്പൊ മാമിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയോ, ഇത്രയും കാലം കരിയറിൽ എന്തൊക്കെയാണ് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ, Neema, thank you for having me here on this program. You're welcome, It's a ma'am. pleasure. And നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം, it's so relevant to the times today. Okay. So എൻ്റെ 36 years എന്ന് പറഞ്ഞാൽ, the reason why I went into teaching is not because of passion ഒന്നും ആയിരുന്നില്ല, because that was the only career I could have, because I married an army person. So every 2-3 years he would get transferred. So കൂടെ പോകുമ്പോൾ, so teaching was the only option. പിന്നെ കുട്ടികളെല്ലാം വന്നപ്പോൾ we would go to the same school. So that way I worked in around 8 to 9 schools. ഇപ്പോൾ ഈ പാർമേക്കാവ് വിദ്യാമന്ദിർ is the 10th school that I'm working in. So taught across all classes, all subjects. So it really actually gave me a ഭയങ്കര ഒരു ഹോളിസ്റ്റിക് ഒരു അപ്രോച്ച് കിട്ടി. അപ്പം ഞാൻ ഈ സ്കൂളിൽ തുടങ്ങിയപ്പോൾ അത് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു. ടേക്കിംഗ് ദ ബെസ്റ്റ് പ്രാക്ടീസസ് ഫ്രം ഓൾ ദ ഡിഫറെൻറ്റ് സ്കൂൾസ് ദാറ്റ് ഐ വെന്റ് ടു. സോ അതൊരു വലിയ ഹെൽപ്പായിരുന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ദം വർ ആർമി സ്കൂൾസ്. ഓക്കെ. സോ ഒരു സെൻസ് ഓഫ് പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിൻ, അതൊക്കെയും കൊണ്ടുവരാൻ പറ്റി സ്കൂളിലേക്ക്. ആൻഡ് മീറ്റിംഗ് ഡൈവേഴ്സ് പീപ്പിൾ, അതൊരു വലിയ എക്സ്പീരിയൻസ്. പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് പാർട്സ്, ഡിഫറെൻറ്റ് തിങ്കിങ്, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. I thought that helped me to sort of mold my personality. ഫസ്റ്റ് എനിക്ക് അറിയാനുള്ളത്, ഇപ്പൊ ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് ചോദിക്കുകയാണ്, മാം ആ ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് കടന്ന സമയത്തുള്ള സ്റ്റുഡൻസും ഇപ്പോഴത്തെ സ്റ്റുഡൻസും തമ്മിലുള്ള എന്താണ് ഒരു വ്യത്യാസം തോന്നിക്കുന്നത്? എൻ്റെ ഫസ്റ്റ് ടീച്ചിങ് അസൈൻമെൻറ്റ് 1986-ലായിരുന്നു. അത് ശ്രീനഗറിൻ്റെ അടുത്തൊരു ചെറിയൊരു സ്ഥലത്ത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ക്ലാസ് ടീച്ചറായിരുന്നു ഞാൻ. പിന്നെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം പല പല ക്ലാസ്സുകളും പഠിപ്പിച്ചു. കുട്ടികൾ ഡെഫിനറ്റ്ലി നല്ല വ്യത്യാസമുണ്ട്. ഞാൻ പണ്ടല്ല, ഒരു 10 വർഷം മുമ്പ് വരെ പറയാം, നല്ല വ്യത്യാസമുണ്ട് കുട്ടികൾ. ഇൻ ദ സെൻസ് അപ്പോഴൊക്കെ ടീച്ചേഴ്സ് ലൈക്ക് അവർക്ക് ടീച്ചേഴ്സ് എല്ലാമായിരുന്നു. ബിക്കോസ് ദ ഓൺലി തിങ് ദേ ഹേർഡ് ഓർ ലേൺ ടീച്ചേഴ്സ് എന്നായിരുന്നു. ടീച്ചർ പറയണത് വീട്ടിലൊക്കെ പോയിട്ട് അമ്മമാരുടെ അടുത്ത് പറയാം, എൻ്റെ ടീച്ചർ പറയണതാ ശരി. അങ്ങനത്തെ ഒരു ജനറേഷൻസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ. ബിക്കോസ് അതാണ് അവർ വേറെ അവർക്കൊരു ചോദ്യം ഇല്ല. പക്ഷെ അത് നോക്കിയിട്ട് യു കട്ട് ടു ടുഡേസ് ദിസ് തിങ്. മേ ബി ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ഓവർലോഡ് ഓഫ് ഇൻഫർമേഷൻ. എനിക്ക് അറിയില്ല, ടു മെനി തിങ്സ് കമ്മിങ് ടു ദ ഇയേഴ്സ്. ഇന്ന് ടീച്ചർ എന്ത് പറഞ്ഞാലും ഐ ഫീൽ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ആണോ?
Is it okay? I mean, is she right? Or always a checking back kind of a this thing. No, ആ complete trust and faith ആയിട്ട് ടീച്ചേഴ്സിനെ അവര് വിശ്വസിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നണത്. Not their fault, because of changes in society over a period of time. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചേഴ്സിന് മാത്രമല്ല പേരൻസിന് ഇപ്പൊ ഇതൊരു ചാലഞ്ച് ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ടീച്ചേഴ്സ് ഇതിനൊന്ന് ഓവർകം ചെയ്യുക? അപ്പൊ ശരിയാണ്. ഇപ്പൊ ഞാനും പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പഠിപ്പിച്ചാലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴും ഇവർക്ക് ഒരു സ്ട്രോങ് ഒപ്പീനിയൻ ഉണ്ട് അതിന്റെ എതിരെ. അപ്പൊ പലപ്പോഴും നമ്മളത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അത് എടുക്കാനുള്ളൊരു മടി കുട്ടികൾക്ക് കാണാറുണ്ട്. ഇവർക്ക് സ്ട്രോങ്ലി ഒപ്പീനിയനേറ്റഡ് ആണ് ഇപ്പൊ. പിന്നെ ദേ ആർ വെരി അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദം. അപ്പൊ പലപ്പോഴും ടീച്ചേഴ്സിനാണെങ്കിലും പേരൻസിനാണെങ്കിലും അതൊരു ചാലഞ്ചാണ്. അപ്പൊ ഞാൻ പറയാറുണ്ട്, ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ആർ ഇൻ കോമ്പറ്റീഷൻ വിത്ത് ദി അതർ ഫോഴ്സസ്. അത് മാമിന് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു കുട്ടീനെ ഇപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ മറ്റേ ഫോഴ്സസ് എന്ന് പറയുന്നത്? You said about opinionated. യെസ്. I feel that is a very positive sign. കറക്റ്റ്. പണ്ടത്തെ കുട്ടികൾക്ക് they could not express their opinions, because വീട്ടിലായാലും സ്കൂളിലായാലും if they were asked to do something, ഒരു റീസൺ ചോദിക്കാൻ പാടില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അമ്മയ്ക്ക് അധിക പ്രസംഗം പറയലാണ് if you ask why. കറക്റ്റ്. Because, and that was a very negative thing. So we all obeyed, everybody obeyed because it was a done thing, not because you wanted to obey, but because there was no other choice. ഇന്ന് കുട്ടികൾ opinionated, it is good that they're expressing their opinions. So it is up to us, teachers and parents, to change also. നമ്മൾ പണ്ടത്തെ പേരന്റ് ആവാൻ പറ്റില്ല. അതെ. We need to move with the changing times, no? അതെ. നമ്മൾ ആ ഒപ്പീനിയൻ അധിക പ്രസംഗമായി കാണാൻ പാടില്ല. Think from their point of view. If they are valid questions, answer them. I'm sure children only want answers. Correct. They want validation, they want answers. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ദേഷ്യം വരാണ്ട്, അതെ. in a very, very calm manner. If you are able to convince them, you won them over then after that. That is what I feel. So change ഇവിടെ വരാനുള്ളത്, there is no going back. കറക്റ്റ്. ഇനി ഫോർവേഡേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഫോർവേഡ് മൂവ് ചെയ്യണ്ടേ? 1990 പഠിപ്പിച്ച പോലെ ഒരു ടീച്ചർ ക്ലാസ്സിൽ പോയിട്ട് ഇന്ന് പഠിപ്പിച്ച, ഷീസ് എ യൂസ്ലെസ് ടീച്ചർ. I mean, I don't think she's a good teacher. She may have 30 years of experience, കറക്റ്റ്. but I won't call her a good teacher. Same way, parenting style മാറണ്ടേ over a period of time. സൊസൈറ്റിയും കുട്ടികളൊക്കെ മാറുമ്പോൾ നമ്മൾ അതനുസരിച്ച് മാറണം. And that is not happening, കറക്റ്റ്. അതെ. which is responsible for a lot of problems in society today. ഇപ്പോഴും പേരൻസ് വളരെ കുട്ടികളോട് പറയുന്നത് ഭയങ്കരമായിട്ട് മാർക്സിന്റെ ബേസിസിലാണ്. ഇപ്പോഴും ഇവര് സത്യം പറഞ്ഞാൽ സ്നേഹം കൊടുക്കുന്നത് മാർക്കിന്റെ ബേസിസിലാന്ന് എനിക്ക് പറയേണ്ടി വരും. ഇപ്പൊ എൻ്റെ ഒരു സ്റ്റുഡന്റ് ക്രൗഡിൽ തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, വീട്ടില് ഇവര് തമ്മിൽ വേറെ ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാ സംസാരങ്ങളും മാർക്ക് കൊണ്ടുവരണം. ഇപ്പൊ എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. അപ്പൊ ആള് നന്നായി പഠിക്കുന്ന ഒരു കുട്ടി തന്നെയാണ്. ഇപ്പൊ 10ാം ക്ലാസ്സിലാണ്, വളരെ നന്നായി പഠിക്കും. പക്ഷെ നല്ല മാർക്കും കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എപ്പോഴും പേരൻസ് ആളോട് പറയുന്നത് ഇത് പോരാ. ഓക്കെ, അപ്പൊ വീട്ടില് വേറെ ഏതോ ഒരു കസിൻ ഉണ്ട്, ആൾക്ക് ഇത്ര മാർക്ക് കിട്ടി, അപ്പൊ നീ ഇത്ര മാർക്ക് കൊണ്ടുവരണം. അപ്പൊ വീട്ടിലേക്ക് പോവാനേ ആ കുട്ടിക്ക് ഇഷ്ടമില്ല. അപ്പൊ എന്റെ ക്ലാസ്സിൽ നിന്ന് ആ കുട്ടി ഒരു അരമണിക്കൂർ കൂടി ഇരുന്നിട്ട് പോവാം മാം, ഒരു അരമണിക്കൂർ കൂടി ഇരുന്നിട്ട് പോവാം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പേരൻസും എഡ്യൂക്കേറ്റഡ് ആണ്, പേരൻസും ഇതെല്ലാം കേൾക്കുന്നു അറിയുന്നു ഒക്കെ ഉണ്ട്, എന്നിട്ടും എന്താണ് ഇവർ ഇത് മാറാൻ തയ്യാറാവാത്തത്? See, parents, I feel അവരുടെ hopes, what they could not do in life, അത് അവരുടെ കുട്ടികൾ ചെയ്ത അവർ സക്സസ്ഫുൾ ആവുന്നതാണ് അവരുടെ വിചാരം. അതെ. Success to them is a good job, earn lot of money, security. അതെ. What they don't understand, അതല്ല security. In life, I feel secure. Happiness is the most important thing. Correct. And ഈ സ്റ്റേജ് ഓഫ് ലൈഫ്, നോ, ഇവര് പഠിത്തം എന്ന് പറഞ്ഞിട്ട് കളയണത്, ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു കം ബാക്ക്. ഈ ഒരു സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യാനുണ്ട് ആ കുട്ടിക്ക്? സോ മെനി തിങ്സ്. ഐ എക്സ്പീരിയൻസ് ഇറ്റ് വെൻ ഐ സീ മൈ ചിൽഡ്രൻ ഇൻ 11th and 12th. അടിച്ച് പിടിച്ച് സയൻസ് എടുക്കുക. ദ ചൈൽഡ് ഹാസ് ജസ്റ്റ് നോ ഇൻക്ലിനേഷൻ. 2 കൊല്ലം ട്യൂഷന് പോവും, 2 കൊല്ലം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് അവസാനം എന്താ ചെയ്യുക? BA ഇംഗ്ലീഷോ BA economics. Couldn't that child have, ആ 2 കൊല്ലം, couldn't he have developed his personality by doing so many things? അതെ. അത് അവർ മനസ്സിലാക്കണില്ല. ദേ ഫീൽ അവർ കുട്ടിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന വിചാരം. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് സോ. 90% ഓഫ് ചിൽഡ്രൻ ആ ഒരു സ്റ്റേജിൽ ദേ ഹേറ്റ് their parents. ആ ഒരു സ്റ്റേജിൽ if they ask them, they don't like Very correct. parents. അതെ. അത് why can't we just academics മാത്രമല്ല, why can't we just let them be?
ഇപ്പൊ ഈ പേരൻസ് പറയുന്ന ഇപ്പൊ മാർക്ക് ഇത്തിരി കുറവിലും പറയുന്നത് എനിക്ക് നാട്ടുകാരുടെ മുമ്പില് എനിക്ക് എന്താണ് അവര് ചോദ്യം 10ാം ക്ലാസ്സിലെ മാർക്ക് വരുമ്പോ അപ്പോഴും ഞാനപ്പോ ഒരു പേരന്റിനോട് ഞാൻ ചോദിച്ചു ഇവിടെ ആക്ച്വലി മാമിന് എന്താണ് പ്രശ്നം? കുട്ടിയുടെ മാർക്കാണോ പ്രശ്നം? അതോ റിലേറ്റീവ്സ് ആണോ പ്രശ്നം? അപ്പൊ ആള് ഓപ്പൺ ആയിട്ട് പറഞ്ഞു എനിക്ക് റിലേറ്റീവ്സ് ഒരു വലിയ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ റിലേറ്റീവ്സിനെ വേണ്ടിയിട്ട് ഈ കുട്ടീനെ നിങ്ങള് സാക്രിഫൈസ് ഞാൻ പറഞ്ഞു കുട്ടി നിങ്ങളുടെയാണ്. ഈ കുട്ടിക്ക് നിങ്ങളാണ് ലോകം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കിട്ടുമ്പോ ആള് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോവല്ലേ? അതൊന്നും പ്രശ്നമല്ല. അപ്പൊ ഈ പറയുന്ന ഇപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇപ്പൊ ഈ കവികളൊക്കെ പാടുന്ന മറ്റേ എല്ലാം തികഞ്ഞ മാതൃസ്നേഹവും പിതൃസ്നേഹവും ഒക്കെ പലപ്പോഴും നമ്മൾ ഇതില് കാണാറില്ല. അപ്പൊ എന്താണ് ഈ അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത് കുട്ടികളും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അപ്പൊ ഇവര് കണ്ടീഷണൽ ആണ്. അപ്പൊ പേരൻസ് കണ്ടീഷണൽ ആവുമ്പോ പലപ്പോഴും കുട്ടികളും തിരിച്ച് കണ്ടീഷണലി മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഒരു പ്രായം കഴിയുമ്പോ ഈ പേരൻസ് പറയാറുണ്ട് എന്റെ മോൻ തിരിഞ്ഞു നോക്കുന്നില്ല, മകള് തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ ഞാൻ ഇപ്പോഴും എന്താണ് ഇപ്പൊ ഇങ്ങനെ പറയുന്ന എന്റെ ആന്റീസ് അങ്കിൾസിനോടൊക്കെ പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട് അത് എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാത്തത്? അമ്മ അച്ഛൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മനസ്സമാധാനമായിരിക്കണം. സമാധാനം കിട്ടാത്തടത്തേക്ക് ആരും തിരിച്ചു വരില്ലല്ലോ. അതെ. അപ്പൊ മാമിന്റെ ഒരു കരിയറിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റുമോ? വേർ യു സോ ഈ പേരൻസിന്റെ മനസ്സിലാക്കാത്തത് കൊണ്ട് ഒരു കുട്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ഹിസ് ലൈഫ് ബിക്കെയിം ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എത്താണ്ട് പോയത്. Potential, it was a very disturbing incident a few years ago. Again, this boy had come from another school and 11th ഞങ്ങളുടെ അവിടെ ചേർന്നു. വളരെ ക്വയറ്റ് ബോയ്, ആരുമായിട്ട് മിക്സ് ചെയ്യില്ല. പഠിത്തം ഓൾ ദ ടൈം ഫോക്കസ്ഡ് ഓൺ സ്റ്റഡീസ്. അത് കഴിഞ്ഞ് 12th കഴിഞ്ഞ് അപ്പൊ അത് കാരണം അധികം ഫ്രണ്ട്സും ഉണ്ടായിരുന്നില്ല, ടീച്ചേഴ്സായിട്ടും ഇന്ററാക്ഷൻ അധികം ഉണ്ടായിരുന്നില്ല. ആ കുട്ടികൾ ഫോക്കസ് IIT ആണ്. എൻ്റെ അച്ഛനെ ഞാൻ IIT പോകണം, എൻ്റെ അച്ഛൻ ഞാൻ IIT പോകണം. അത് കഴിഞ്ഞ് ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്തു. ഹി ഡിഡ്ന്റ് മേക്ക് ഇറ്റ് ദാറ്റ്. ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഇത് എഴുതിയപ്പോൾ IIT റിസൾട്ട് വന്നു. IIT റിസൾട്ട് വന്നപ്പോൾ ഹിസ് നെയിം ഇസ് നോട്ട് ദെയർ. ഹി ഹങ് ഹിംസെൽഫ്. അശ്ശോ. ഹി വാസ് ഔട്ട് ഓഫ് ദ സ്കൂൾ. ആ. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ NIT റിസൾട്ട് വന്നപ്പോൾ ഹിസ് നെയിം വാസ് ദെയർ ഇൻ NIT. അശ്ശോ. സോ ദ ഹെൽ ദാറ്റ് ബോയ് മസ്റ്റ് ഹാവ് ഗോൺ ത്രൂ. ഇത്ര കൊല്ലം ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിൽ എന്തായിരിക്കും? ഒരു 16-year-old എടുക്കേണ്ട ഒരു സ്ട്രെസ് അല്ല അത്. എന്താ മെന്റൽ ഹെൽത്ത്, വാട്ട് ഹാസ് ഹി ഗോൺ ത്രൂ ആ പീരിയഡിന്റെ ഉള്ളിൽ? ശരിയാണ്. ഓൾ ബിക്കോസ് വാട്ട്? അച്ഛനെ പ്ലീസ് ചെയ്യുക, അമ്മയെ പ്ലീസ് ചെയ്യുക. അതെ. ഒരുപാട് പേര് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിലും ഒരുപാട് പേരുണ്ട് കംപ്ലീറ്റ് എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്തതാ യു വാണ്ടഡ് ദിസ്, ഐ ഹാവ് ഡൺ ദിസ്. ഇനി ഞാൻ ഡാൻസിന് പോവാ. എക്സെപ്ഷണലി പ്രൊഫഷണൽ ഡാൻസ് ടീച്ചർ ഉണ്ട്, Okay. പല ബാൻഡിൽ പോയവരുണ്ട്, റോക്ക് ബാൻഡ് പോയവരുണ്ട്. പക്ഷെ അച്ഛന് വേണ്ടി ഞാൻ ഇത് ചെയ്തു. ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വോണ്ട് ആൻഡ് ഐ അഡ്മയർ ദം. അറ്റ്ലീസ്റ്റ് അവർക്ക് ആ മിസ്റ്റേക്ക് റിയലൈസ് ചെയ്തപ്പോൾ തിരിച്ചു വരാനുള്ള ആ ഒരു കറേജ് അവർ കാണിച്ചു. കറക്റ്റ്. But not all people, the children have അതെ, that kind of a ശരിയാണ്. courage. No? അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ സ്കൂൾസ് ഈ ഒരു ഭാഗം ചിന്തിക്കാത്തത്? അപ്പൊ ഒരു കുട്ടി ഇപ്പൊ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു 2.5 വയസ്സ് തൊട്ട് തന്നെ നമ്മുടെയൊക്കെ നാട്ടില് സ്കൂൾ ആ കുട്ടിയുടെ ജീവിതത്തിലത്തെ ഒരു ഭാഗമാണ്. രാവിലെ ഒരു 8 മണിക്ക് പോയി ഒരു 3:30 വരെ. അപ്പൊ ശരിക്കും ഒരു എനിക്ക് തോന്നുന്നു ഒരു 18 വയസ്സിന്റെ ഉള്ളിൽ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് സ്കൂളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? അതായത് കുറച്ചൊരു ഈ പറയുന്ന മാതിരി ഒരു സ്ട്രെസ് റിലീഫ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് കൊടുക്കണമെന്നോ, പേരൻസിന് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്ന് കൗൺസിൽ ചെയ്യണമെന്നോ? അതെന്താണ് നമ്മുടെ കൾച്ചറിൽ സ്കൂളുകൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത വരാത്തത്? എല്ലാ സ്കൂളുകളും ഇത് തന്നെയല്ലേ ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത്? See, സ്കൂളുകളിൽ if you see the primary classes, kindergarten തൊട്ട് 4th 5th വരെ ഇപ്പം നമ്മുടെ സ്കൂളിൽ പുതിയ എഡ്യൂക്കേഷൻ പോളിസി വന്നു. ഇറ്റ്സ് an excellent policy if implemented properly. അവർ പറഞ്ഞ ക്ലാസ് കുട്ടികൾക്ക് ഗ്രേഡ് പാടില്ല. ഈ ABC, one is first in the class, second in the class, അതൊന്നും പാടില്ല. അപ്പം നമ്മൾ and there is more of description about the child. എന്ത് ചെയ്യണു കുട്ടി ക്ലാസ്സിൽ? your child is very helpful, she's cooperative, വളരെ ഷെയർ ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടിയാണ്. പേരൻസ് റിപ്പോർട്ട് കാർഡ് വാങ്ങാൻ വരുമ്പോൾ എവിടെ സൈൻ ചെയ്യേണ്ടത്? ഇവിടെ സൈൻ. നോട്ട് എ ഗ്ലാൻസ് അബൌട്ട് എന്താണ് എൻ്റെ കുട്ടി, എന്താ കിട്ടിയേക്കണേ, ഗ്രേഡ് ഉണ്ടോ, അതുണ്ടോ, മാർക്ക് ഉണ്ടോ, ഇതിലെന്താ എഴുതാൻ അറിയോ? അല്ലാണ്ട് എൻ്റെ കുട്ടിയുടെ ക്യാരക്ടർ ഉണ്ട്, എന്താണ് എൻ്റെ കുട്ടിക്ക് ഇഷ്ടം, ഡ്രോയിങ് ആണോ, they are not interested. So over a period of time, message to the child is ഇതൊന്നുമല്ല ഇമ്പോർട്ടൻറ്റ്, ഇത് പഠിച്ച് മാർക്ക് കിട്ടും മാത്രമാണ് എൻ്റെ പേരൻസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. To some extent, schools also focus.
എ ഗ്രേഡ് കിട്ടിയോളുടെ പേരൊക്കെ വലിയ ഫ്ലെക്സ്. Correct. വൈ? അതെ ശരിയാണ്. Is academic intelligence the only intelligence? കറക്റ്റ്. ചിലര് സ്പോർട്സിൽ അവരുടെയൊക്കെ പേരെന്താ ഫ്ലെക്സിലും അതൊക്കെ വരാത്തത്? അതെ. അപ്പൊ ആ കുട്ടിക്ക് ബാക്കിയുള്ളവർക്ക് എന്താ തോന്നുന്നത്? ഐ ആം നോട്ട് അപ് ടു ദാറ്റ്. കറക്റ്റ്. ഞാനല്ല, സംതിങ് മിസ്സിങ് ഇൻ മീ. ആൻഡ് വൺ ഗ്രേറ്റ് റീസൺ ഫോർ മെന്റൽ ഹെൽത്തും ആങ്സൈറ്റി ഒക്കെ അതാണ്. ഞാൻ എത്തുന്നില്ല അവിടേക്ക്. ശരിയാണ്. വെൻ ഇഫ് യു സീ ഇൻ ലൈഫ്, ഈ മീഡിയോക്കർ ആൾക്കാരായിരിക്കും ദേ ആർ ദ വൺസ് ഹു ഡു ഇൻ ബെറ്റർ ഇൻ ലൈഫ് ബിക്കോസ് ഐ ഹാവ് ഗുഡ് ലൈഫ് സ്കിൽസ്. അതെ. കുട്ടിക്കാലം മുതലേ അവർ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്, ചീത്ത കേട്ടിട്ടുണ്ട്, എല്ലാവരുടെ കയ്യിൽ ശരിയാണ്. തോറ്റിട്ടുണ്ട്. അപ്പൊ വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ്സ് മേക്കിംഗ് ദം സ്ട്രോങ്ങർ ടു നോ ദാറ്റ് ആൻഡ് ദേ ബിക്കം ബെറ്റർ ഇൻ ലൈഫ്. ദേ ആർ ദ വൺസ് ഹു റിയലി ഡു വെൽ ഇൻ ലൈഫ്.